ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ തന്നെ പരാജയപ്പെടുത്തിയത് ബി.ജെ.പി. കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് അരുമ ജയകൃഷ്ണൻ. ജനവിധി മാനിക്കുന്നുവെന്നും കോവിലകത്ത് മുറിയിലെയും നഗരസഭയിലെയും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും കോവിലകത്ത് മുറിയിലെ LDF സ്ഥാനാർത്ഥിയും CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ജനവിധി എന്ന് പറയുന്നത് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിലല്ല, ഇപ്പൊ ബൈ ഇലക്ഷൻ നടന്നപ്പോ ഉണ്ടായ ഒരു ഭൂരിപക്ഷത്തിന്റെ അത്രയൊന്നും ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഏകദേശം 2000-ഓളം വോട്ടിന്റെ ഒരു മാറ്റമാണ്, 4000-ഓളം വോട്ടിന്റെ മാറ്റം ഉണ്ടായിരുന്ന 2000-ഓളം വോട്ടിന്റെ മാറ്റമാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില വാർഡുകൾ ഒരു വോട്ടിന് തോറ്റവരുണ്ട്, 4 വാർഡുകൾ 20 താഴെ വോട്ടിന് തോറ്റവരുണ്ട്. അപ്പൊ ജനവിധി എന്ന് പറയുന്നത് നമ്മൾ മാനിക്കുന്നു, പക്ഷെ 5 വർഷം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു മറുപടിയാണ് ജനങ്ങൾ തന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള വിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ തോൽവി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു. അതെ, UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പരമായിട്ടുള്ള ഒരു അപ്രമാദിത്വമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പൊതുരംഗത്തും പാർട്ടിയിലും സജീവമായി ഉണ്ടാകും. ജനങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ അവർക്കൊപ്പം മുൻനിരയിലുണ്ടാകും. ബി.ജെ.പി. സിറ്റിംഗ് ഡിവിഷനിൽ ബി.ജെ.പി. 3-ാം സ്ഥാനത്താണ്. ഇത് ബി.ജെ.പി. UDF കൂട്ടുകെട്ട് തുറന്നു കാട്ടുന്നു. ആശുപത്രി കുന്നിൽ കോൺഗ്രസ് വോട്ടുകൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കോവിലകത്ത് മുറിയിൽ ഉൾപ്പെടെ നഗരസഭയിലെ 36 ഡിവിഷനുകളിലും തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തും. നിലമ്പൂർ നഗരസഭയിൽ 36 ഡിവിഷനുകളിൽ 15 ഡിവിഷനുകളിൽ മാത്രമാണ് ബി.ജെ.പി. മത്സരിച്ചത്. 21 ഡിവിഷനുകളിൽ ബി.ജെ.പി. വോട്ട് UDF-ന് നൽകിയെന്നും അവർ ആരോപിച്ചു. ഇവിടെ 36 ഡിവിഷനിലുള്ളതില് ബി.ജെ.പി. മത്സരിച്ചത് ആകെ 15 ഡിവിഷനിലേ ഉള്ളൂ. ബാക്കി 21 ഡിവിഷനിലും അവര് ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തറപ്പിച്ച് പറയാൻ നമുക്ക് ആ ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെ നമുക്ക് കാണാൻ കഴിയും, നിർണയത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 4000-ഓളം വോട്ടായിരുന്നു UDF ലീഡ്. PV അൻവർ 2100-ലേറെ വോട്ടുകൾ നേടി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF UDF വോട്ട് വ്യത്യാസം 2000-ആയി കുറഞ്ഞു. നിലമ്പൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയും മുന്നണിയും വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.